കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സസ് 14 and 15. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഒന്നുകൂടെ വായിക്കാം. അതിനെ അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഇത് മോശ യഹോവയായ ദൈവത്തോട് പറയുന്ന കാര്യമാണ്. മോശയുടെ ലീഡർഷിപ്പിൽ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്ക് യാത്ര തിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണിത്. മോശയുടെ ലീഡർഷിപ്പിൽ അവർ കനാൻ ദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ യഹോവയായ ദൈവം അവർക്ക് മുന്നായി കടന്നുപോയി. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും അവരോട് കൂടെ ഇരുന്നു. എന്നാൽ അവർ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം അവർ കാളക്കുട്ടിയെ അവർ ഇടയ്ക്ക് ആരാധിച്ചു. അപ്പോൾ യഹോവയായ ദൈവം അവരോട് കോപിച്ചിട്ട്, ഞാൻ ഇനി നിങ്ങളുടെ ഇടയിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാലും കരുണാമയനായ ദൈവം വീണ്ടും അവരെ മോശയുടെ ലീഡർഷിപ്പിൽ അവരെ പുറപ്പെടുവാൻ അവരോട് ആജ്ഞാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ മോശ യഹോവയോട് പറയുന്ന കാര്യമാണ്. മോശ യഹോവയോട് പറയുകയാണ്, കർത്താവേ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നീ എന്നോട് പറഞ്ഞുവല്ലോ, എന്നാൽ ആരെയാണ് നീ എന്നോട് കൂടെ അയക്കുന്നതെന്ന് നീ പറഞ്ഞില്ലല്ലോ എന്ന് മോശ യഹോവയായ ദൈവത്തോട് പറയുമ്പോൾ ദൈവം കൊടുത്ത ഉത്തരമാണ് നാം ഇപ്പോൾ കുറിവാക്യമായിട്ട് വായിച്ചത്. അതായത്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ മോശ പറയുന്ന, കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ല എങ്കിൽ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ എന്ന്. അപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ മരുഭൂയാത്ര തികയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന്. യഹോവയായ ദൈവം അവരെ നടത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അവർ ചെല്ലേണ്ട സ്ഥാനത്ത് ചെന്നെത്തുകയുള്ളൂ എന്നുള്ളൊരു ബോധം മോശയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി മോശ യഹോവയായ ദൈവത്തോട് അവിടെ പറയുന്നുണ്ട്. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ ആണ് അപ്പോൾ അവർക്ക് അവിടെ ലഭിക്കുന്നത്. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ജനനത്തിന് മുന്നായിട്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് അവിടെ ദൂതൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നതല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം പരാജയമാകാതെ വിജയത്തിലേക്കും അനുഗ്രഹത്തിലേക്കും പോകണമെങ്കിൽ ദൈവിക സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ആദമും ഹവ്വായും ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ അവർ ദൈവിക സാന്നിധ്യം അനുഭവിച്ചവരായിരുന്നു. എന്നാൽ അവരനുസരണക്കേട് കാണിച്ച പാപം ചെയ്തപ്പോൾ ദൈവിക സാന്നിധ്യം അവരെ വിട്ടുപോയി. എന്നേക്കുമായി ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ അവിടെ ജീവിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ദൈവം എപ്പോഴും നമ്മുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്നുള്ള പേര് നമ്മുടെ കർത്താവിന് ലഭിച്ചത്. നമ്മുടെ കൂടെ ഉള്ള ദൈവം, നമ്മോട് കൂടെ എപ്പോഴും വസിക്കുന്ന ദൈവം, നമ്മളോടുകൂടെ മനുഷ്യനോടുകൂടെ തൻ്റെ കൂടാരം അടിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഇസ്രായേൽ മക്കളുടെ മരുഭൂ യാത്രയിൽ അവരുടെ ഇടയിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു.
അതിനുവേണ്ടി ഒരു കൂടാരം പണിയണമെന്ന് പറഞ്ഞു, സമാഗമന കൂടാരം പണിയണമെന്ന് പറഞ്ഞു. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അവർ പോകുന്ന സ്ഥലങ്ങളിൽ ഈ കൂടാരം അവിടെ പാളയം അടിക്കുന്നിടത്ത് ഈ സമാഗമന കൂടാരോടെ വെക്കും. ഈ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്താണ് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് സംസാരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ പെട്ടകമുണ്ടായിരുന്നു, ആർക്ക് ഓഫ് കവനൻറ്റ്, നിയമപ്പെട്ടകം, സാക്ഷ്യപ്പെട്ടകം ഉണ്ടായിരുന്നു. ആ പെട്ടകത്തിൻ്റെ മുകളിൽ കൃപാസനമുണ്ടായിരുന്നു. ആ കൃപാസനത്തിൻ്റെ 2 ഭാഗത്തും കെരൂബുകൾ ചിറകുകൾ വിടർത്തി നിൽക്കുമായിരുന്നു. കെരൂബുകൾ 2 സൈഡിലും. ഈ ചിറകുകളുടെ മധ്യേ നിന്നുകൊണ്ടാണ് യഹോവയായ ദൈവം മോശയോട് സംസാരിച്ചിരുന്നത്. അത് ആ യഹോവയായ ദൈവം സംസാരിക്കുന്ന കാര്യം ഇസ്രായേൽ മക്കളോട് മോശ പറയുമായിരുന്നു. അവിടെയായിരുന്നു ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ പോകുന്ന സ്ഥാനങ്ങളിലല്ല ഈ പെട്ടകം കൊണ്ടുപോകുമായിരുന്നു. ഈ പെട്ടകമായിരുന്നു അവരുടെ സെൻറ്റർ ഓഫ് വർഷിപ്പ്. ഈ പെട്ടകത്തിലായിരുന്നു ദൈവം വെളിപ്പെട്ടത്. ഈ പെട്ടകമായിരുന്നു അവരുടെ വഴികാട്ടി, അവരുടെ ഗൈഡ് ഈ പെട്ടകമായിരുന്നു. അപ്പോൾ ഈ പെട്ടകം ഇവർ പോകുന്നിടത്തല്ല ഈ പെട്ടകം ചുമന്നു കൊണ്ട് പോകുമായിരുന്നു. ഈ പെട്ടകം ദൈവിക സാന്നിധ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു. ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ അടയാളമായിട്ടായിരുന്നു ഈ പെട്ടകം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ പെട്ടകം കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഇവർ പോകുന്നിടത്തെല്ലാം അവർക്ക് വഴി കാണിക്കുവാൻ വേണ്ടിയല്ല ഈ പെട്ടകം കൊണ്ടുപോകുമായിരുന്നു. നമുക്കറിയാം, അവർ ജോർദൻ കടന്നപ്പോൾ പുരോഹിതന്മാർ ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിൽ വെച്ചപ്പോൾ ആ വെള്ളം 2ആയിട്ട് പിളർന്നു. അവർ ജോർദാൻ കടന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ എരിഹോ മതിലുകൾ, അവർ കനാൻ ദേശം പിടിച്ചടക്കുന്നതിന് മുമ്പായിട്ട് എരിഹോ മതിൽ തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എരിഹോ മതിലിന് ചുറ്റും പെട്ടകം പിടിച്ച പുരോഹിതന്മാർ നടന്നു പോയപ്പോഴാണ്, അവർ ഷൗട്ട് ചെയ്തപ്പോഴാണ് അവിടെ ആ മതിൽ ഇടിഞ്ഞു വീണത്. അപ്പോൾ പെട്ടകം ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിരുന്നു. പെട്ടകം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഒരു ഫെൻസായിട്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നു. ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാതെ വണ്ണം, നമുക്ക് ദോഷമുണ്ടാകാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയിൽ അവരോട് കൂടെ ഉണ്ടായിരിക്കേണ്ടതിന് അവരെപ്പോഴും ഈ പെട്ടകം വഹിച്ചുകൊണ്ട് അവർ പോകുന്ന യാത്രയിൽ ഈ പെട്ടകം വഹിക്കുമായിരുന്നു. എന്നാൽ അവർ ഈ യാത്രയിൽ പെട്ടകം വഹിച്ചു. ദൈവത്തിൻ്റെ പ്രസൻസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ കനാൻ ദേശത്ത് എന്നപ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ആ പെട്ടകം അവിടെ ശീലോവെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ആ സമാഗമന കൂടാരം അവിടെ നിവർത്തിയിട്ട് പെട്ടകം അതിൻ്റെ അകത്ത് വെച്ച്, ശീലോവെന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് 40 വർഷക്കാലം മരുഭൂയാത്ര ചെയ്ത് കനാൻ ദേശം ദൈവം പ്രോമിസ് ചെയ്ത സ്ഥലത്തെ, പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് അവരെത്തി. അവർക്ക് വേണ്ടി അവർ വന്ന വഴികളിലെല്ലാം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ചെങ്കടലിനെ ദൈവം വിഭാഗിച്ചു കൊടുത്തു, യോർദാനെ ദൈവം വിഭാഗിച്ചു കൊടുത്തു, അവർക്ക് കഴിക്കുവാൻ ദൈവം ആഹാരം കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശത്ത് നിന്ന് മന്ന പൊഴിപ്പിച്ചു. കാടപക്ഷികൾക്ക് അവർക്ക് മാംസാഹാരമായിട്ട് ദൈവം അവർക്ക് കൊടുത്തു. അവരോട് യുദ്ധം ചെയ്തവരോടെല്ലാം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവരെ സുരക്ഷിതമായിട്ട് കനാൻ ദേശത്ത് കൊണ്ട് ചെന്നെത്തിച്ചു. എന്നാൽ അവർ കനാൻ ദേശത്ത് ചെന്നപ്പോഴേ അവരെ നടത്തിയ ദൈവത്തെ അവർ മറന്നുപോയി. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം അവരെ അനുസരിക്കാതെ വന്നു. ഈ പെട്ടകമൊക്കെ ആര് ചുമക്കണം, അതെങ്ങനെയാണ് പെട്ടകത്തെ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള നിയമങ്ങൾ അവർക്ക് ദൈവം കൊടുത്തിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പലക, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം ദൈവം അവർക്ക് മോശയിൽ കൂടി പറഞ്ഞു കൊടുത്തിരുന്നു. ഒരു അന്യസ്ഥലത്ത് കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവരുടെ ജാതികളുണ്ടായിരുന്നു. അവരോട് അവർ ഇണയില്ലാ പിണ കൂടരുത്. ആ ജാതികളുടെ വഴികൾ അവർ കണ്ട് പഠിക്കരുത്. അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കരുത്. ജീവനുള്ള ദൈവത്തെ മാത്രമേ സേവിക്കാമെന്നുള്ള കൽപ്പനകളൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. എങ്കിലും അവരെന്ത് ചെയ്തു? അവരെ നടത്തിയ ദൈവത്തെ അവരെ മറന്നു കളഞ്ഞു. ദൈവത്തെ അവർ ദുഃഖിപ്പിച്ചു. ദൈവത്തോട് അവർ മത്സരിച്ചു. ദൈവത്തോട് അവർ പിറുപിറുത്തു. ദൈവത്തെ അവർ പരീക്ഷിച്ചു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളൊന്നും അവർ ഓർത്തില്ല.
എല്ലാവരും മറന്നുപോയി. അവർക്ക് സുഭിക്ഷത വന്നപ്പോൾ, അവരുടെ പ്രയാസ സമയങ്ങളിൽ ദൈവം അവർക്ക് വേണമായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർക്കെല്ലാം വഴികാട്ടിയായിട്ട് ഈ പെട്ടകമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രസൻസ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ സുഭിക്ഷതരായപ്പോൾ, അവർ കനാൻ ദേശത്ത് അവരെത്തിയപ്പോൾ, അവരെ ഇതുവരെയും നടത്തിയ ആ ദൈവത്തെ അവരങ്ങ് മറന്നു കളഞ്ഞു. ദൈവവചനം നമുക്ക് 78-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. 78-ാം സങ്കീർത്തനത്തിൻ്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ അതുണ്ട്. എഴുതിയിരിക്കുന്നത്, അവർ എത്ര പ്രാവശ്യം ദുഃഖിപ്പിച്ചു, അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. അവിടെ എഴുതി കേൾക്കുന്നതും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും എല്ലാം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചത് ഒന്നും അവർ ഓർത്തില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ 78-ാം ഈ സങ്കീർത്തനം തന്നെ അവിടെ 58 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവനെ തീഷ്ണത ജനിപ്പിച്ചു, ദൈവം കേട്ട് ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. പിന്നെ എഴുതിയിരിക്കുന്നു, ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചു വരുന്ന കൂടാരവും ഉപേക്ഷിച്ചു, തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. അതായത് അവർ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ തുടങ്ങി. ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. വിഗ്രഹങ്ങളെ സേവിക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം എന്തെടുത്തു? അവർ പാപത്തെ സ്നേഹിച്ചപ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൾ പ്രമാണിക്കാതെ അവരുടെ ഇഷ്ടം പോലെ അവർ കനാൻ ദേശത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം അവരെ വെറുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരം ഉപേക്ഷിച്ചു എന്ന്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ആ പെട്ടകത്തിലുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ കൂടാരത്തെ ദൈവം ഉപേക്ഷിച്ചു എന്ന്. അപ്പോൾ ആ സാന്നിധ്യം പ്രകടമാക്കിയിരുന്ന ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ, ആ പെട്ടകത്തിൽ പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിലനിന്നില്ല. ദൈവം താൻ സ്നേഹിച്ച ഇസ്രായേൽ മക്കളെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാഞ്ഞപ്പോൾ ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിട്ടു, അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവത്തെ വിട്ടുമാറിയപ്പോൾ ദൈവവും അവരെ വിട്ടുമാറി. ദൈവത്തെ അവർ പുറകോട്ടെറിഞ്ഞു. അന്യവിഗ്രഹങ്ങളെ സേവിക്കുവാൻ അവർ തുനിഞ്ഞപ്പോൾ, അവർ അന്യവിഗ്രഹങ്ങൾക്ക് വേണ്ടി പൂജാഗിരികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ദൈവം അവരെ വിട്ടു. ദൈവത്തിൻ്റെ പ്രസൻസ് ആ പെട്ടകത്തിൽ നിന്ന് മാറി. ദൈവം എന്തോടത്ത്? ഇസ്രായേൽ മക്കളെ ശത്രുക്കളുടെ കയ്യിൽ, ഫെലിസ്തീയരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോയപ്പോൾ, അവർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോയപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1 സാമുവേൽ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഫെലിസ്തീയർ ഇസ്രായേൽ മക്കളെ ആരും അവരുടെ മരുഭൂമി യാത്രയിൽ ആരും അവരെ തോൽപ്പിച്ചിട്ടില്ല. എന്നാൽ കനാൻ ദേശത്ത് ചെന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കളോട് ഫെലിസ്തീയർ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ തോറ്റുപോയി. എവിടെ? ഏബെനേസർ എന്നൊരു സ്ഥലത്ത് അവർ യുദ്ധത്തിന് വന്നു. അവിടെ യുദ്ധം നടന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ അവിടെ തോറ്റുപോയി. ഏതാണ്ട് 4000 പേര് ഇസ്രായേൽ മക്കൾ സംഹരിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഭയങ്കര ദുഃഖമുണ്ടായി. അവരുടെ ഇടയിൽ ഭയങ്കര വെപ്രാളം ഉണ്ടായി. അവർ പറഞ്ഞു, നമ്മുടെ മധ്യേ പെട്ടകമില്ലാഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ യഹോവയായ ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള ആ പെട്ടകം നമ്മുടെ ഇടയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുരോഹിതന്മാരെല്ലാം പെട്ടകത്തെ കൊണ്ടുവന്ന് വെച്ചു. അവരുടെ ഇടയിൽ ശീലോവിൽ നിന്ന് പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. അവിടെ യുദ്ധം തുടങ്ങി. പെട്ടകം അവിടെ കൊണ്ടുവച്ചപ്പോൾ ഫെലിസ്തീയർക്ക് ഇത് കണ്ട് ഭയമായി. യഹോവ അവിടെ എഴുതിയ 1 സാമുവേൽ 4-ാം അധ്യായത്തിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നു, 4-ാം അധ്യായത്തിന് 6-ഉം 7-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയുണ്ട്, ഫെലിസ്തീയർ ആർപ്പിൻ്റെ ഒച്ച കേട്ട്
എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. ദൈവം പാളയത്തിൽ പെട്ടകം വന്നപ്പോൾ ശത്രുക്കൾ പറയുവാണ്, അയ്യോ നമുക്ക് രക്ഷയില്ല, എബ്രായരുടെ ദൈവം പാളയത്തിൽ വന്നു, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടു. ദൈവത്തെ അവർ ഭയപ്പെട്ടു, പെട്ടകത്തെ അവർ ഭയപ്പെട്ടു. അതിനകത്ത് ദൈവിക സാന്നിധ്യമുണ്ടെന്ന് അവർക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയൊരു യുദ്ധം നടന്നു. എന്നാൽ ആ യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾ അവിടെ തോറ്റുപോയി. 30,000 പേരവിടെ സംഹരിക്കപ്പെട്ടു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ പെട്ടകം അവരുടെ മധ്യേ ഉണ്ടായിരുന്നിട്ടും അവർ തോറ്റുപോയി. 30,000 പേർ ഇസ്രായേൽ മക്കൾ അവർ സംഹരിക്കപ്പെട്ടു. പിന്നെ അവിടെ നടക്കുന്ന സമ്മേളനം 1 അധ്യായത്തിൽ 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പെട്ടകം ഫെലിസ്ത്യർ എടുത്തു, പെട്ടകം പിടിക്കപ്പെട്ടു. ഏലി പുരോഹിതൻ്റെ മക്കളായ, പെട്ടകം ചുമന്ന മക്കളായ ഫീനഹാസും ഹോഫ്നിയും ഫീനഹാസും ആ യുദ്ധത്തിൽ മരിച്ചു. ഈ വർത്തമാനം കേട്ടിട്ട് ഏലി പുരോഹിതൻ, 98 വയസ്സുള്ള ഏലി പുരോഹിതൻ, കണ്ണു കാണാൻ കഴിയാത്ത ഏലി പുരോഹിതൻ പടിവാതിൽക്കൽ ഇരുന്ന് പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അതുതന്നെയല്ല, ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ്റെ മകൻ്റെ ഫീനഹാസിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവർ തൻ്റെ ഭർത്താവ് മരിച്ചതും തൻ്റെ അമ്മായിപ്പൻ മരിച്ചതും പെട്ടകം പിടിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ഗർഭിണിയായ സ്ത്രീ നിലത്ത് വീണ് പ്രസവിച്ചു. അവരുടെ ജീവനെ അവരും മരണപ്പെട്ടു. അപ്പോൾ അവർ മരിക്കുന്നതിന് മുമ്പായി അവരുടെ കുഞ്ഞിന് ഒരു പേരിട്ടു. പെട്ടകം പിടിക്കപ്പെട്ടല്ലോ, അമ്മായിപ്പനും പിന്നെ ഭർത്താവും സഹോദരനും എല്ലാം മരിച്ചു, ഇസ്രായേൽ തോറ്റുപോയി, ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ കുഞ്ഞിനൊരു പേരിട്ടു, ഈഖാബോദ് എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിനെ വിട്ടുപോയി. അവിടെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി, മഹത്വം ഇസ്രായേലിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളെ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് അവൾ ഈഖാബോദ് എന്ന് പേരിട്ടു. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടകം അവിടെ കൊണ്ടുവച്ചിട്ടും ഇത്രയും നാശനഷ്ടങ്ങൾ, സംഹാരം അവിടെ എങ്ങനെ ഉണ്ടായി? പ്രിയപ്പെട്ടവരെ, അവർ പെട്ടകത്തെ വലിയതായിട്ട് കൊണ്ടുവന്നു. പെട്ടകം അവർക്ക് വേണമായിരുന്നു. അവരുടെ ആവശ്യ സമയത്ത് അവർ പെട്ടകത്തെ ഉപയോഗിച്ചെങ്കിലും പെട്ടകത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പെട്ടകത്തിൽ വെളിപ്പെട്ട ആ ദൈവത്തെ അവർ സ്നേഹിച്ചില്ല. ആ ദൈവത്തോട് അവർ മത്സരിച്ചു, ആ ദൈവത്തെ അവർ ദുഃഖിപ്പിച്ചു, ദൈവത്തിനെതിരായിട്ട് അവർ പാപം ചെയ്തു. അപ്പോൾ ദൈവിക സാന്നിധ്യം ആ പെട്ടകത്തെ വിട്ടുപോയി. നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ പെട്ടകത്തിന് വലിയ സ്ഥാനം കൊടുത്തു. ഏലി പുരോഹിതന് പെട്ടകത്തെ ഓർത്ത് പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഏലി പുരോഹിതൻ അവിടെ വ്യാകുലപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ കിടക്കുന്നു. എന്നാൽ 1 സാമുവേൽ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏലി പുരോഹിതൻ തൻ്റെ മക്കൾ ദൈവത്തിനെതിരായി ദൂഷണം പറയുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവരെ ശാസിച്ചമർത്തിയില്ല. ദൈവജനങ്ങൾ ദൈവത്തിനെതിരായി ജീവിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ അവരെ ശാസിച്ചില്ല. ദൈവജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി വിഗ്രഹങ്ങളെ സേവിക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ജനങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് അവിടെ ഉണ്ടായില്ല. എന്നാൽ ദൈവം തൻ്റെ തിരുനിവാസവും തൻ്റെ സാന്നിധ്യമല്ല ഇസ്രായേൽ മക്കളിൽ നിന്ന് മാറ്റി. അപ്പോഴവർ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു. അവർ പെട്ടകത്തിന് സ്ഥാനം കൊടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെ അനുഭവിച്ച സാന്നിധ്യം അവരെ വിട്ടുപോയപ്പോൾ ശത്രുക്കളുടെ മുമ്പിൽ അവരെ തോറ്റോടി. നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക? എന്നാൽ അവർക്ക് പെട്ടകമുണ്ടായിരുന്നു, ആ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്ത് പെട്ടകമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെല്ലാം ആത്മീയ കാര്യങ്ങൾ ഇടപെട്ടാലും നമ്മുടെ കർത്താവിന് നാം സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന് നാം സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല എങ്കിൽ, നാം പാപപ്രവൃത്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, നാം നാം പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം, നാം സഭയിൽ പോകുന്നുണ്ടായിരിക്കാം, പല കാര്യങ്ങളിൽ നാം ഏർപ്പെട്ടെന്നിരിക്കാം. എന്നാലും നാം പാപ വഴിയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തോട് നാം അനുസരണക്കേട് കാണിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകും. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകും. അതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട. എപ്പോഴാണെങ്കിലും നാം പാപത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകും.
ദൈവം നമ്മളോട് കൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടും. അതാണ് ആദമിനെ ഹൗവയെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ മാറ്റി ദൈവത്തോട് കൂട്ടായ്മയിൽ നിന്ന് ദൈവം അവരെ അകറ്റിയത്. അപ്പോൾ ഈ പാപപ്രവർത്തികൾ, നമ്മുടെ ഓരോരുത്തരുടെയും പാപപ്രവർത്തികൾ, നമ്മുടെ അനുസരണക്കേട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഇതെല്ലാം സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകുവാനിടയാകും. നമ്മൾ ഈഖാബോധായിത്തീരും. പാപം ചെയ്ത ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, 32-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. നമ്മൾ പറയും പിശാചിൻ്റെ കൈയാണ്. അല്ല, പാപം ചെയ്ത ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പാപത്തിൽ ജീവിച്ചപ്പോൾ രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അപ്പോൾ പാപത്തോട് ദൈവത്തിന് യാതൊരു കരുണയും കാണിക്കുവാൻ പറ്റുകയില്ല. നാം പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ നാം ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് നാം മാറ്റിക്കളയുന്നവരായിത്തീരും. പാപത്തോട് ദൈവത്തിന് ഒരു നാളും പൊരുത്തപ്പെടുവാൻ പറ്റുകയില്ല. നാമും ദൈവവും തമ്മിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത നമ്മുടെ ഇടയിലുള്ള നമ്മളിലുള്ള പാപമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ദൈവിക ഇസ്രായേൽ മക്കളെ ദൈവം സ്നേഹിച്ചു, അവരെ ദൈവം നടത്തിക്കൊണ്ടുവന്നു. എന്നാൽ അവർ ദൈവത്തെ അനുസരിക്കാതെ നടന്നപ്പോൾ, വിഗ്രഹങ്ങളെ ആരാധിച്ച് പാപത്തിൽ അവരായിരുന്നപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ മറുതലിച്ച് ജീവിച്ചപ്പോൾ ദൈവിക സാന്നിധ്യം അവരെ വിട്ടുപോയി. അവർ ശത്രുക്കളുടെ കെണിയിൽ അവർ വീണു. ശത്രുക്കൾ അവരെ തോൽപ്പിച്ചു. ദൈവിക സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടപ്പോൾ കർത്താവായിരിക്കും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കർത്താവ് നമ്മളെ ജയാളികളാക്കി തീർക്കും. അതുപോലെ പല ഉദാഹരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണുവാൻ കഴിയും. സാംസൺ, ശിംശോൻ, ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ മക്കളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ യഹോവയായ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമായിരുന്നു ഇസ്രായേലിൽ. അതുപോലെ ദൈവം ഫെലിസ്തീനിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ച ഒരു ന്യായാധിപനായിരുന്നു ശിംശോൻ. ഈ ശിംശോനെ പറ്റി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും, ഈ ശിംശോൻ തൻ്റെ ആയുഷ്കാലമൊക്കെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. നാസീർ വ്രതം ആചരിച്ച വ്യക്തിയായിരുന്നു. അതായത് വൈൻ കുടിക്കരുത്, ഒരിക്കലും തലമുടി വെട്ടരുതെന്നുള്ള ഒരു കമാൻഡ് ഈ ശിംശോനെ യഹോവയായ ദൈവം കൊടുത്തിരുന്നു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പല പ്രാവശ്യം ശിംശോൻ രക്ഷിച്ചു. എന്നാൽ ഈ ശിംശോൻ്റെ ശക്തി എന്തെന്നറിയുവാൻ വേണ്ടി ഫെലിസ്ത്യർ ആഗ്രഹിച്ചു. ശിംശോൻ്റെ മുടി വെട്ടിയിരുന്നില്ല. ശിംശോനിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ താൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് അവൻ്റെ മുടി വെട്ടിയിരുന്നില്ല. അവൻ്റെ മുടി ആയിരുന്നില്ല അവൻ്റെ ശക്തി കൊടുത്തിരുന്നത്. അവൻ ദൈവത്തോടുള്ള അവൻ്റെ പ്രതിഷ്ഠയായിരുന്നു അവന് ശക്തി കൊടുത്തിരുന്നത്. എന്നാൽ അതിൻ്റെ സിമ്പലായിട്ട് അവൻ്റെ മുടി വെട്ടരുതെന്നുണ്ടായിരുന്നു. എന്നാൽ അവനൊരു സ്ത്രീയായിട്ട് ഇഷ്ടപ്പെട്ട ദലീല അവൻ്റെ ഹൃദയത്തിലെ രഹസ്യം ചോദിച്ചു, നിൻ്റെ ഈ ശക്തിയുടെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ഈ തലയിൽ ഈ മുടി വെട്ടിക്കളഞ്ഞാൽ ഞാൻ ശേഷം മനുഷ്യരെ പോലെ ബലഹീനനായി തീരും, ഞാൻ ബലമില്ലാത്തവനായി തീരുമെന്നെല്ലാം ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു. ഈ സ്ത്രീ ദലീല അതുപോലെ ഫെലിസ്ത്യർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ഈ മനുഷ്യൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ ശിംശോൻ്റെ മുടിയെല്ലാം വെട്ടി. എന്നിട്ട് ഫെലിസ്ത്യർ അവനെ പിടിക്കുവാൻ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ എഴുതിക്കുന്ന, യഹോവ അവനെ വിട്ടുപോയി എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ അവരെ കുടഞ്ഞു കളയും എന്ന് നിരൂപിച്ചു എഴുന്നേറ്റു എന്ന്. അവൻ മുടി വെട്ടിയപ്പോൾ അവൻ്റെ ദൈവിക സാന്നിധ്യം, അവൻ്റെ ശക്തി അവനിൽ ചോർന്നുപോയി. ദൈവത്തിൻ്റെ പ്രസൻസ് അവനെ വിട്ടുപോയി. ദൈവത്തോടുള്ള സമർപ്പണത്തിന് അടയാളമായിട്ടായിരുന്നു ആ മുടി. അത് പോയപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് അവനിൽ നിന്ന് വിട്ടുപോയി. അപ്പോഴേ ശത്രു അവനെ പിടിക്കാൻ വന്നപ്പോൾ അവൻ വിചാരിച്ചു, ദൈവത്തിൻ്റെ പ്രസൻസിൽ എന്നെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പഴയതുപോലെ ശത്രുവിനെ അവൻ ഇപ്പോൾ കുടഞ്ഞ് കളയുമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ്. പക്ഷെ അവനിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലായിരുന്നു. ഇസ്രായേൽ മക്കൾ വിചാരിച്ചു യഹോവയുടെ പ്രസൻസ് ആ പെട്ടകത്തിൽ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ ആ പ്രസൻസ് അതിനെ വിട്ടുപോയി. ഈ സാംസൺ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അവന് കൊടുത്ത പ്രതിഷ്ഠയ്ക്കെതിരായിട്ട് അവിടെ പ്രവർത്തിച്ചപ്പോൾ
ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ വിട്ടുപോയി. അതുപോലെ നമുക്ക് കാണാം ശൗൽ രാജാവ്, ശൗലിനെ ദൈവം രാജാവാക്കി, യഹോവയെ ദൈവം രാജാവാക്കി. എന്നാൽ ശൗല് അനുസരണക്കേട് കാണിച്ചപ്പോൾ യഹോവയെ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനിൽ നിന്ന് വിട്ടുപോയിട്ട് അതിന് പകരമായിട്ട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് അവൻ്റെ മേൽ വന്നു. അപ്പോഴും ആ ദുരാത്മാവ് കൂടുതൽ സമയവും ദൈവത്തിൻ്റെ ആത്മാവില്ലാതായിരുന്നു അവിടെ ശൗല് ഇസ്രായേൽ മക്കളെ ഭരിച്ചതെന്ന് ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ശൗല് ഇസ്രായേൽ മക്കളെ ഭരിച്ചപ്പോൾ അതിൽ പിന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുപോയത് പിന്നെ അവനെല്ലാം പരാജയങ്ങളായിരുന്നു ശൗലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരും ലവോദിക്കിയ സഭ. ആ സഭയുടെ അവസാന നാളിലുള്ള സഭയാണ്, സഭ കാലയളവിൻ്റെ അവസാന നാളിലുള്ള സഭയാണ് ലവോദിക്കിയ സഭ. ഈ ലവോദിക്കിയ സഭ കാലയളവിൻ്റെ അവസാനത്തെ കാലയളവായ ഈ ലവോദിക്കിയ കാലയളവിൽ നമ്മളിപ്പോൾ ആ പീരീഡിലാണ് നമ്മളും ജീവിക്കുന്നത്. ആ സഭയിലെ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സഭയുടെ നാളുകളായി ഈ കാലങ്ങളിൽ സഭയിലെ ആൾക്കാരുടെ സ്വഭാവമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ സഭ അവരെക്കുറിച്ച് തന്നെ അവർ പ്രശംസിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ധനവാന്മാരാണ്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾ ധനവാനാണ്, ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല എന്ന് അവരെ പറ്റി തന്നെ പറയുന്നുണ്ട്. എന്നാൽ യഹോവയായ ദൈവം, സകലത്തെ ശോധന ചെയ്യുന്നവനായ ദൈവം അവിടെ പറയുന്നുണ്ട്, നീ പറയുന്നു നീ ധനവാനാണ്, നീ സമ്പന്നനാണ്, നിനക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നുവെങ്കിലും യഹോവയായ ദൈവം അവരെ നോക്കി പറയുന്നുണ്ട്, നീ നിർഭാഗ്യവാനാണ്, നീ അരിഷ്ടനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ് എന്ന് പറയുന്നുണ്ട്. അവരെ പറ്റി പ്രസംഗിക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ യഹോവയായ ദൈവം കർത്താവ് അവരെ നോക്കിക്കൊണ്ട്, പരിശുദ്ധാത്മാവ് അവരെ നോക്കിക്കൊണ്ട് പറയും, നീ നഗ്നനാണ്, നീ കുരുടനാണ്, നീ പറയുന്നു നിനക്ക് ധനമുണ്ട്, അല്ല നീ ദരിദ്രനാണെന്ന് പറയുന്നു. അവർ നോക്കിയാൽ ഭൗതികമായ സമ്പത്താണ് ഏറ്റവും വലുതായിട്ട് ആ സഭ കാണുന്നു. വളരെ ഭൗതിക സമ്പത്തുള്ള സ്ഥലത്തുള്ള നിൽക്കുന്ന സഭയാണ്. അപ്പോൾ ഭൗതിക കാര്യങ്ങളാണ് അവരുടെ സമ്പത്തായിട്ട് അവർ വെച്ചപ്പോൾ യഹോവയെ ദൈവം അവരെ നോക്കി പറയുന്നു, നീ നഗ്നനാണ് എന്ന്. നഗ്നത കാണിക്കുന്നത് പാപത്തെയാണ്. ആദമും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടുവെന്ന്. അപ്പോൾ കർത്താവ് യഹോവയായ ദൈവത്തോട് ചോദിക്കുന്നു, നീ നഗ്നനാണോ, നിന്നോട് ആർ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നഗ്നത അവർ പാപം ചെയ്തപ്പോഴാണ് അവിടെ നഗ്നത അവിടെ വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നഗ്നത കാണിക്കുന്നത് പാപത്തെയാണ്. യഹോവയായ ദൈവം ആ ധനവാനും സമ്പന്നരുമാണെന്ന് സ്വയം പ്രശംസിച്ച സഭയോട് പറയുന്നു, നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ ശീതോഷ്ണവനാണ്, നിങ്ങൾ ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാണ്, അതുകൊണ്ട് നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയുമെന്ന് ആ സഭയോട് പറയുന്നു. എന്നിട്ട് ആ സമാധാനായ കർത്താവ് ഇവിടെയാണ് നിൽക്കുന്നത്. റെവലേഷൻ 3:20 പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നുവെന്ന്. ആ സഭയിൽ അപ്പോൾ കർത്താവില്ല. ആ സഭയുടെ പുറത്താണ് കർത്താവ്. സഭയുടെ തുടക്കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 7 നിലവിളക്കുകൾ നടുവിലായിരുന്നു സഭാനാഥൻ നിന്നത്. 7 സഭകളുടെ നടുവിലാണ് സഭാനാഥൻ നിന്നത്. എന്നാൽ അന്ത്യകാല സഭയിലേക്ക് വരുമ്പോൾ ആ സഭയിൽ ആരാധനയുണ്ട്, എന്നാൽ കർത്താവ് അവിടെയില്ല. ആ സഭയിൽ സമ്പന്നതയുണ്ട്, എന്നാൽ കർത്താവ് അവിടെയില്ല. ആ സഭയിൽ ഒന്നിനും കുറവില്ലാത്തവരായിരുന്നു, പക്ഷെ ആ സഭയിൽ കർത്താവില്ലായിരുന്നു. സഭയിൽ ആ ലവോദിക്ക സഭയുടെ സ്ഥാനം വാതിലിന് ലവോദിക്ക സഭയിൽ കർത്താവിൻ്റെ സ്ഥാനം പുറത്തായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ കാലയളവിൽ വന്നിരിക്കുന്നതാണ്. നമുക്ക് പലതും പ്രശംസിക്കാൻ കാണുമായിരിക്കും. അന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കണ്ണിന് മുമ്പിൽ നാം നഗ്നരാണോ, നാം കുരുടരാണോ, നാം ദരിദ്രരാണോ എന്ന് നമ്മുടെ ജീവിതത്തിന് ശോധന ചെയ്യേണ്ട. ഒരുപക്ഷെ നമ്മൾ ആരാധന ഉണ്ടായിരിക്കാം, ആരാധനയ്ക്ക് ഒരു കുറവുമില്ല, എന്നാൽ ആരാധനയിൽ കർത്താവുണ്ടോ? കർത്താവ് നമ്മുടെ ആരാധനയുണ്ട്. ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ അദ്ദേഹത്തിന് സൺഡേയിൽ
ചർച്ചിൽ പോകാൻ വേണ്ടി ദൂരെ യാത്ര ചെയ്ത് അദ്ദേഹം ഒരു പള്ളി കണ്ടുപിടിച്ച് അവിടെ പോയപ്പോൾ അവിടെ വെള്ളക്കാരുടെ പള്ളിയായിരുന്നു. അദ്ദേഹം അകത്ത് കയറാൻ പോയപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാർ സമ്മതിച്ചില്ല, ഇവൻ കയറാൻ, ഇത് ഞങ്ങളുടെ പള്ളിയാണ്, നീ ഇതിൻ്റെ അകത്ത് കയറി ആരാധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ പാവം മനുഷ്യൻ അത് കേട്ട് സങ്കടപ്പെട്ട് പുറത്തു പോയി ഒരു 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 വൃക്ഷത്തിൻ്റെ തണലിൽ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു സൗമ്യനായ മനുഷ്യൻ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് വന്നിരിക്കുന്നു. ഈ സൗമ്യനായ മനുഷ്യൻ ഇദ്ദേഹത്തോട് ഈ കറുത്തവർഗ്ഗക്കാരൻ ചോദിച്ചു, നീ എന്താണ് മകനെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്? കുറേ നേരമായല്ലോ നീ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അന്നേരം അവനവൻ്റെ കഥ പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നതാണ്, എന്നാൽ എന്നെ അവർ ആ സഭയിൽ കയറ്റുന്നില്ല എന്ന്. അപ്പോൾ സൗമ്യതയോടുകൂടി ആ മറ്റേ മനുഷ്യൻ പറഞ്ഞു, എന്നെ അവർ കയറ്റുന്നില്ല, ഞാനും എൻ്റെ പേരിലാണ് അവിടെ ആരാധന നടക്കുന്നത്, എൻ്റെ നാമത്തിലാണ് അവിടെ പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്, പക്ഷേ എന്നെ അവർ അവിടെ കയറ്റിയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം, നമ്മുടെ ആരാധനയിൽ കർത്താവുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടോ? നമ്മുടെ ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മൾ ഈ കണ്ട ഭാഗത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ പ്രവർത്തനത്തിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ലീഡർഷിപ്പ് നടക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ആരാധന നടക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ദൈവം കൊടുത്ത പ്രവൃത്തികൾ നടത്തുന്നു. ഇതെല്ലാം നടക്കുന്നു, പക്ഷെ ദൈവത്തിന് സാന്നിധ്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല എങ്കിലും ഈ കാര്യങ്ങൾ നടക്കും. എന്നാൽ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളില്ല എങ്കിൽ അത് നമ്മളെ പരാജയത്തിലേക്കും ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ശത്രുവിൻ്റെ കരങ്ങളിലേക്കാണ് അത് നമ്മളെ ഇട്ടുകൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മൾ അനുഭവിക്കും ദൈവത്തിൻ്റെ പ്രസൻസ് നാം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ കൂടിവരവെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ് നാം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ആരാധനയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്നുണ്ടോ? അതോ ഈഖാബോധാണോ നാം അനുഭവിക്കുന്നത്? അതോ നിർജീവമായ ഒരവസ്ഥയാണോ നാം അനുഭവിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവിക സാന്നിധ്യം നമ്മുടെ ആരാധനയെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയി, ദൈവമില്ലാത്ത ഒരു പെട്ടകത്തെ അവരവിടെ കൊണ്ടുവച്ചു. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഇതൊന്ന് നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസിനെ കൊണ്ടുവരാം. നമ്മൾ വലിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ പ്ലേ ചെയ്ത് വലിയ സൗണ്ടിലൊക്കെ പ്ലേ ചെയ്താൽ ദൈവത്തിൻ്റെ പ്രസൻസ് വരുമോ? നാം പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൈറ്റ് സെറ്റിങ്സൊക്കെ വെച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് വരുമോ? അവിടെയൊന്നും ദൈവത്തിൻ്റെ പ്രസൻസ് വരികയില്ല. പ്രിയപ്പെട്ടവരെ, അതൊന്നും വെച്ചാൽ ദൈവത്തിൻ്റെ പ്രസൻസ് വരികയില്ല. ദൈവത്തിൻ്റെ പ്രസൻസ് വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കണം. അപ്പോഴാണ് ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ഭാഗത്തെല്ലാം നാം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, നാം പാപത്തിലായിരിക്കുമ്പോൾ, നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോഴേ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആത്മീകമായി നമ്മൾ മരിച്ചവരായിത്തീരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ പരാജിതരായിത്തീരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ ശത്രുക്കളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മുടെ അതോറിറ്റി നഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവെ, പാപം ചെയ്തപ്പോൾ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവിടെ പറയും, ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുമാറുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുമാറുമ്പോൾ നമ്മൾ വെറും റിലീജിയസ് ആയിട്ട് തീരും, മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരായി മാത്രമായിട്ട് നമ്മൾ തീരും. അപ്പോൾ അങ്ങനെ ആത്മീകമായിട്ടൊരു മരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളിലുണ്ടാകും. എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ അവരുടെ പെട്ടകം പിടിപെട്ടു, അവർ ശത്രുക്കളിലായപ്പോൾ അവർ ദൈവത്തോട് അവർ നിലവിളിച്ചു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പഴയതുപോലെ അവർ നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം ശമൂവേലിൽ കൂടി അവരോട് സംസാരിച്ചു. 1 ശമൂവേലിൻ്റെ പുസ്തകം നമുക്കത് 7-ാം അധ്യായത്തിലെ 3 വരെയുള്ള തൊട്ട് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിപ്പ്, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ തിരിയുന്നുവെങ്കിൽ
എന്നെ മാത്രം നിങ്ങൾ സേവിക്കുന്നുവെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ കണ്ടെത്തുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറയുന്നു. അവർ ദൈവസന്നിധിയിൽ അനുവദിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി അവർ ചെന്നു. അവർ ഹോമയാഗം അവിടെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അവർ ഹോമയാഗം കഴിച്ചു. തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അവർ ഹോമയാഗം കഴിച്ചു. അവർ പൂർണ്ണമായി ദൈവത്തെ അന്വേഷിക്കുവാൻ അവർ തുടങ്ങി. അവരുണ്ടായിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ മാറ്റി ദൈവത്തെ തന്നെ അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. അവർ ദൈവസന്നിധിയിൽ അവരനുദപിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഫിലിസ്തീർ അവരോട് യുദ്ധത്തിന് വന്നു. ഇസ്രായേൽ മക്കൾ പേടിച്ചുപോയി. അവർ വേണ്ട വിധത്തിൽ കർത്താവിനോട് അടുക്കേണ്ട വിധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോഴും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അവർ ജയിക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ ആ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മുടെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ ശുദ്ധീകരണം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ അത് നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നാം അനുഭവത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നാം അന്വേഷിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റുള്ള കാര്യങ്ങൾക്ക് നാം സ്ഥാനം കൊടുത്ത് ലോകപ്രകാരം നമ്മൾ ജീവിച്ച് ദൈവത്തെ നാം പിറകോട്ടിലെറിയുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അടുത്തെല്ലും. എന്നാൽ ആവശ്യം കഴിയുമ്പോൾ ദൈവത്തെ നാം പുറകോട്ട് വലിച്ചെറിയുമ്പോൾ നാം ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നാം ഏറ്റുപറയുമ്പോൾ നാം ഒരു ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം വീണ്ടും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമ്മിലും നമ്മുടെ ആരാധനയിലും ദൈവം പ്രസാദിക്കുകയുള്ളൂ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ കിടപ്പുന്നുണ്ട്. കയീൻ്റെ യാഗത്തെപ്പറ്റി അവിടെ എഴുതിയിരിക്കുന്നത്, കയീനിലും അവൻ്റെ വഴിപാടിൽ യഹോവ പ്രസാദിച്ചില്ല എന്ന്. എന്തുകൊണ്ട് കയീൻ്റെ വഴിപാടിൽ യഹോവ പ്രസാദിച്ചില്ല? കയീനിൽ യഹോവ പ്രസാദിക്കാഞ്ഞതുകൊണ്ട് കയീൻ്റെ വഴിപാടിൽ യഹോവ പ്രസാദിച്ചില്ല. നമ്മളിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം പ്രസാദിക്കുകയുള്ളൂ. എങ്കിൽ മാത്രം ദൈവിക സാന്നിധ്യം നമ്മളെ വിട്ടുപോകാതെ നമ്മുടെ കൂടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ദൈവിക സാന്നിധ്യം നമ്മളിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ വേലുകെട്ടി സൂക്ഷിക്കും. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിക്കും. അവൻ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വരുമ്പോൾ നമുക്ക് ദൈവസ്നേഹം ഉടലെടുക്കും. സങ്കീർത്തനം 16-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അവിടെ പറയുന്നത്, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയെ, നിൻ്റെ വലതുഭാഗത്ത് എപ്പോഴും പ്രമോദങ്ങൾ ഉണ്ട് എന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലിരിക്കുമ്പോൾ നമ്മൾ സമാധാനം അനുഭവിക്കുന്നവരായിത്തീരും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ ആരാധന ജീവനുള്ളതായിത്തീരും. ഈഖാബോധെന്ന് നാം വിളിക്കപ്പെടേണ്ടതായിട്ട് വരത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടപ്പോൾ നമുക്ക് സ്വസ്ഥത ലഭിക്കും. അതുകൊണ്ടാണ് യഹോവയായ ദൈവം മോശയോട് പറയും, ഞാൻ നിന്നോടുകൂടെ വന്ന് നിനക്ക് സ്വസ്ഥത തരുമെന്ന്. ദൈവിക സാന്നിധ്യം നമുക്ക് സ്വസ്ഥതയും സമാധാനവും തരുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവിക സാന്നിധ്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ പ്രസാദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവിക സാന്നിധ്യം നിരന്തരമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നാം നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ആരാധനയിൽ ദൈവിക സാന്നിധ്യമുണ്ടോ? അതോ നിർജീവമാണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടിക്കടി പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വ്യവഹാരത്തിൽ തോൽക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഖാബോധം എന്നുള്ള പേര് വരാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ, ഹാലലുയ, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച കർത്താവിൻ്റെ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചില്ല എങ്കിൽ അത് ഞങ്ങളെ പരാജയത്തിലേക്കും ശത്രുവിൻ്റെ കരങ്ങളിലേക്കും വലിച്ചെറിയുമല്ലോ കർത്താവെ. അത് ഞങ്ങൾക്ക് സമാധാനം സ്വസ്ഥയും തരികയില്ലല്ലോ കർത്താവെ. ഹാലലുയ. എന്നാൽ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും, ഞങ്ങളുടെ ആരാധനയിൽ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം
നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനം സ്വസ്ഥതയെല്ലാം ലഭിക്കുമല്ലോ. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഈ നാളുകൾ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.